ഫ്രണ്ട്സ്, ഞങ്ങളങ്ങനെ വീട്ടിനകത്ത് തന്നെ ഇരുന്ന് വെയിൽ കായുവാണ് കേട്ടോ. ദേ എൻ്റെ കൂടെ ആരാ ഇരിക്കുന്നതെന്ന് നോക്കിയേ, കുഞ്ഞുസുണ്ട്. സൺബാത്ത് ചെയ്യോ? സൺബാത്ത്. ഡാഡി കുഞ്ഞുസുണ്ട്, ഡാഡി കുഞ്ഞുസ്. അപ്പം ഞങ്ങൾ ഇന്ന് മോർണിംഗ്, ഇന്ന് തണുപ്പുണ്ടെങ്കിലും സണ്ണുണ്ട്. അതുപോലെ സണ്ണിന് അത്യാവശ്യം ഒരു വാം ഫീലൊക്കെ ഉണ്ട്. അപ്പം ഞാനും കുഞ്ഞൂസും ഒക്കെ ഇവിടെ ഇരുന്ന് സണ്ണിനെ അബ്സോർബ് ചെയ്യുമായിരുന്നു കേട്ടോ കുറച്ച് നേരം. ഇപ്പം ഏകദേശം 30 മിനിറ്റ് കൂടുതലായി ഞാൻ ഉടുപ്പൊക്കെ ഊരിയിട്ട് ഇതുപോലത്തേക്ക് ഇട്ടിട്ട് സണ്ണിനെ അബ്സോർബ് ചെയ്യുകയാണ്. അതുപോലെ ഞാൻ ഇപ്പോൾ ഏകദേശം 1 മണി 12:30 ആയി. പിന്നെ ഞങ്ങളിപ്പോഴാണ് കഴിക്കുന്നത്. ലച്ച് ഇതാ ഇവിടെ ഫുഡ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനപ്പം വൈറ്റമിൻ ഡിയുടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ മോസ്റ്റ്ലി വിൻ്ററിലാവുമ്പോൾ നമ്മൾ സൺ എക്സ്പോഷർ വളരെ കുറവാണ് വിൻ്ററിൽ. ഒന്നാമത് ടൈം എന്ന് വെച്ചാൽ നമുക്ക് ഒരു 7 മണിക്കൂറൊക്കെ ഡേ ലൈറ്റ് കാണത്തുള്ളൂ. അതും ഏറ്റവും പീക്ക് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഏറ്റവും പീക്ക് വിൻ്റർ എന്ന് പറയുന്നത് ഡിസംബറിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു 8:30 ആകുമ്പോഴേ സണ്ണ് വരത്തുള്ളൂ. 8-9 ആ റേഞ്ചൊക്കെ. പിന്നെ അതുപോലെ 4:30 ആകുമ്പോഴത്തേക്കും സണ്ണ് പോവുകയും ചെയ്യും. അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പതുക്കെ അത് ഡിസംബർ ഏകദേശം ഏറ്റവും പീക്ക് വിൻ്റർ വരുന്നത് ഡിസംബർ 22 എന്ന് പറയുന്ന 22 23 ഞാൻ മെൻഷൻ ചെയ്തേക്കാം ഡേറ്റ്. ആ ടൈമാണ് ഏറ്റവും പീക്ക് വിൻ്റർ വന്ന് നിൽക്കുന്നത്. അതും ഡിസംബർ എക്സ്പെക്ട് ചെയ്താൽ മതി. അത് കഴിഞ്ഞാൽ പിന്നെ വിൻ്റർ മാറി നമ്മൾ സൺലൈറ്റ് കൂടിയുള്ള അവസ്ഥയിലേക്ക് പോവുകയാണ്. അതുപോലെ ഏറ്റവും പീക്ക് സമ്മർ എന്ന് പറയുന്നത് ഓഗസ്റ്റിലെ ഒരു ഡേറ്റിലാണ് വരുന്നത്. അത് ഞാനിപ്പം സ്ക്രീനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. ഏത് ഡേറ്റാന്ന് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഓഗസ്റ്റിലെ ഏതോ ഒരു ഡേറ്റാണ് ഏറ്റവും പീക്ക് ഡേ ടൈം നമുക്ക് കിട്ടുന്നത്. ഏകദേശം 16 മണിക്കൂർ അയർലൻഡിൽ ഡേ ടൈം കിട്ടും. അപ്പം ഇതിൽ ഏറ്റവും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻ്ററിൻ്റെ ആ ഒരു ഡിസംബർ ജനുവരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ 2 മാസം നമുക്ക് വൈറ്റമിൻ ഡി നന്നായിട്ട് ഡെഫിഷ്യൻസി ഉണ്ടാകും. കാരണം സണ്ണ് നമുക്ക് വരുന്നില്ല പ്രോപ്പറായിട്ട്, ക്ലൗഡി ആയിരിക്കും. അതുപോലെ നമുക്ക് മഴയായിരിക്കും എപ്പോഴും. സണ്ണിനെ ചില വീക്കിലൊക്കെ നമുക്ക് സണ്ണിനെ കാണാനേ കിട്ടത്തില്ല. അപ്പം അതുമല്ല, നമ്മൾ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾക്ക് എങ്ങും സൺ എക്സ്പോഷറും കിട്ടുന്നില്ല. ഫുള്ള് കാറിലും ജാക്കറ്റ് ഇട്ട് നടപ്പും ഒക്കെ ആകുമ്പോഴത്തേക്കും സൺ എക്സ്പോഷറും കിട്ടുന്നില്ല. അപ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ടുണ്ടാകുന്നത്. എപ്പോഴും നമ്മുടെ HSC ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്നത് കൊച്ചുങ്ങൾക്കും നമുക്കും ആ ടൈമിൽ വൈറ്റമിൻ ഡി ഉറപ്പായിട്ട് എടുക്കണം എന്നുള്ളതാണ്. കാരണം എനിക്കൊക്കെ അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് ആദ്യത്തെ ഒരു 2-3 വർഷമൊന്നും നമുക്ക് ആ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നന്നായിട്ട് ഫീൽ ചെയ്യത്തില്ല. പക്ഷേ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുമ്പം ആ ഒരു വിൻ്ററൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ മസിൽ പെയിനും അതുപോലെ നമുക്ക് ഹെവി ആയിട്ടുള്ള കാര്യങ്ങൾ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു മടുപ്പും അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ വൈറ്റമിൻ ഡി പ്രോപ്പറായിട്ട് എടുത്ത് തുടങ്ങുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നമുക്ക് അറിയാനും പറ്റും. അപ്പം നമ്മളെന്തായാലും കുഞ്ഞൂസിനും അതുപോലെ ലച്ചുവും പിന്നെ ഞാനും എല്ലാം വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു കാണും, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ ഡി എടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഞങ്ങളിവിടെ വിൻ്ററിൻ്റെ സമയത്ത് ജീവിക്കുന്നത്. പിന്നെ അല്ലാതെ വൈറ്റമിൻ ഡി ബ്ലഡ് ടെസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഡി ഡോക്ടറിൻ്റെ അടുത്ത് നിന്ന് എഴുതി വാങ്ങി കറക്റ്റ് എമൗണ്ട് നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ പറയുന്ന രീതിയിൽ എടുക്കുന്നതിലും ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഞാൻ വൈറ്റമിൻ ഡി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതിൻ്റെ ഇതാണ് പറയാൻ പോകുന്നത്. അത് നമ്മളുടെ മെയിൻ സണ്ണിൽ നിന്നാണ് കേട്ടോ. അപ്പം സണ്ണിലിൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുവാണെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി ഫ്രീ ആയിട്ട് അബ്സോർബ് ചെയ്തെടുക്കാം. സണ്ണ് മാക്സിമം അയർലൻഡിലോട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു ടൈമൊക്കെ കിട്ടുമ്പോൾ, എപ്പോഴൊക്കെ ടൈം കിട്ടുവാണെങ്കിലും നമ്മൾ
സണ്ണിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ എക്സ്പോസ് ചെയ്യാൻ മാക്സിമം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വൈറ്റമിൻ ഡി നല്ല രീതിയിൽ നമുക്ക് ശരീരത്തിൽ കിട്ടും കേട്ടോ. ഇനിയിപ്പം വൈറ്റമിൻ ഡിയെ കുറിച്ച് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയായിരിക്കും, വൈറ്റമിൻ ഡി നമ്മളുടെ മസിലിൻ്റെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതും പിന്നെ ബ്ലഡ് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്യാനും ഫോസ്ഫറസ് അബ്സോർബ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു വിറ്റമിനാണ്. അപ്പോൾ അതില്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എത്രയൊക്കെ കാൽസ്യം ഫുഡ് കഴിച്ചാലും, ഇപ്പോൾ ഇവിടെ മിൽക്കാണ് കൂടുതലും, മിൽക്ക് അല്ലെങ്കിൽ ഫിഷിൽ നിന്ന് കാൽസ്യം കിട്ടും, അങ്ങനെയൊക്കെ കാൽസ്യത്തിൻ്റെ ഫുഡ് കഴിച്ചാലും നമുക്കത് അബ്സോർബ് ചെയ്ത് ശരീരത്തിൽ വരത്തില്ല. അതുപോലെ ബോണിനകത്തോട്ടും കാൽസ്യം ഡെപ്പോസിറ്റ് ഉണ്ടാകത്തില്ല. അപ്പം ബോണൊക്കെ ഭയങ്കര വീക്കായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് മസിൽ പെയിനും ബോൺ പെയിനൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പം മാക്സിമം വൈറ്റമിൻ ഡി ഫ്രീ ആയിട്ട് നമുക്ക് അബ്സോർബ് ചെയ്ത് നമുക്ക് ബോഡിക്ക് ഇനഫായിട്ട് വൈറ്റമിൻ ഡി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാൽസ്യം അബ്സോർപ്ഷൻ നടക്കും, നമുക്കുള്ള മസിൽ പെയിനും കാര്യങ്ങളും എല്ലാം കുറയുകയും ചെയ്യും. പിന്നെ ഹെയറിൻ്റെ ഗ്രോത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം വൈറ്റമിൻ ഡി ഭയങ്കര കൂടുതലാണ്. കാരണം വൈറ്റമിൻ ഡി ഉപയോഗമുള്ളതാണ്. കാരണം വൈറ്റമിൻ ഡി കുറയുമ്പോൾ നമുക്കറിയാം ഹെയർ ഫോൾ നമുക്ക് നന്നായിട്ടുണ്ടാവും. വൈറ്റമിൻ ഡി പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഫോളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവത്തില്ല. ഇതേ ഞങ്ങൾ ഇന്ന് കഴിക്കുന്നത് അധികം വെറൈറ്റി ഒന്നുമില്ല, നമ്മൾ പൊറോട്ടയാണ് കേട്ടോ, പൊറോട്ടയും മുട്ടക്കറിയും. അപ്പം കുഞ്ഞൂസ് കഴിക്കാൻ വേണ്ടി റെഡിയാവുകയാണ്, ഞാനും കഴിക്കാൻ വേണ്ടി റെഡിയാവുകയാണ്. ഇനി അയർലൻഡിൽ നമുക്ക് എപ്പോഴാണ് വൈറ്റമിൻ ഡി സണ്ണിൽ നിന്ന് കിട്ടാൻ ഏറ്റവും നല്ല ടൈം എന്ന് പറയുന്നത് ലേറ്റ് മാർച്ചും അതുപോലെ സെപ്റ്റംബറുമാണ് കേട്ടോ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർച്ച് എന്ന് പറയുന്നത് നമ്മൾ സമ്മറിലേക്ക് കയറുന്ന ഒരു ടൈമാണ്. അപ്പം നമുക്ക് മാർച്ചിൽ മിഡ് ഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മണി 1 മണിയൊക്കെ ആകുമ്പം സണ്ണ് നല്ല ഇൻറ്റൻസ് ആണെങ്കിലും നമുക്ക് അങ്ങനെ UV അത്രയും എക്സ്പോസ് ആവുന്ന ടൈപ്പ് ഒരു UV അല്ല. അതുപോലെ സെപ്റ്റംബറിലും എന്ന് വെച്ചാൽ വിൻ്ററിലേക്ക് പോകുന്നതിന് മുന്നേയും നമുക്ക് കിട്ടുന്ന സണ്ണെന്ന് പറയുന്നത് സണ്ണിൻ്റെ എന്ന് വെച്ചാൽ ആ ദിവസത്തിൻ്റെ മിഡ് ഡേയിൽ സൺ വരുന്നത് അത്ര UV ഹൈ ആയിട്ടുള്ള ഒരു ഇതിലല്ല. അപ്പം മാർച്ച് കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ സമ്മറിലേക്ക് സണ്ണ് കയറും. അപ്പോഴത്തേക്കും ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും UV റൈസും അതിനനുസരിച്ച് ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം ഒത്തിരി ഹൈ UV റൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൺബേണും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും മാർച്ചൊക്കെ കഴിയുമ്പം നമ്മൾ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പുറത്തിറങ്ങുമ്പോഴത്തേക്കും UVയുടെ ഇത് നോക്കിയിട്ട് വാണിങ്ങോ അങ്ങനെ എന്തെങ്കിലും UVയുടെ റൈസ് ഹൈ ആണോ എന്നൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ഇട്ടിട്ട് വേണം നമ്മൾ പുറത്തോട്ടിറങ്ങാൻ. പിന്നെ അയർലൻഡിലൊരു ഗുണമുണ്ട്, നമുക്ക് എല്ലാ ഡേയ്സും അങ്ങനെ സണ്ണ് കത്തി നിൽക്കുന്ന ടൈപ്പ് ഭയങ്കര ഒരു ഹെവി സണ്ണൊന്നും ഇവിടെ വരത്തില്ല. അതുകൊണ്ട് നമുക്ക് ക്ലൗഡി ഡേയ്സിലും നമുക്ക് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ അത്ര ഇപ്പം പീക്ക് സമ്മറിലോട്ട് പോകുമ്പോഴത്തേക്കും കറക്റ്റ് ഉച്ചയ്ക്ക് ഇറങ്ങാതിരുന്നാൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ 12 മണി 1 മണി ആ റേഞ്ചിലൊക്കെ സണ്ണ് എന്ന് വെച്ചാൽ നല്ല പീക്കിൽ സണ്ണ് നിൽക്കുന്ന സമയം, UV ഹൈ ആവുന്ന സമയം, ഒത്തിരി അങ്ങ് UV ഓവർ ഹൈ ആവുന്ന സമയം സണ്ണിലോട്ട് ഇറങ്ങാതിരുന്നാൽ മതി. ഇറങ്ങുവാണെങ്കിൽ പ്രോപ്പർ പ്രൊട്ടക്ഷൻ എടുക്കുക, സൺബേണും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ശരിക്കും പറയുന്നതെന്ന് വെച്ചാൽ ലേറ്റ് മാർച്ചിലും സെപ്റ്റംബറിലെ സണ്ണുമാണ് ഉച്ചയ്ക്ക് മിഡ് ഡേയിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാം, വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ ഏറ്റവും നല്ല മാസം മാർച്ചും അതുപോലെ സെപ്റ്റംബറിലും. ആ സമയം 12 മണി തൊട്ട് ഉച്ച എന്ന് വെച്ചാൽ മിഡ് ഡേയിൽ നമ്മളൊരു 15 മിനിറ്റ് തൊട്ട് 30 മിനിറ്റ് വരെ നമ്മൾ സണ്ണുമായിട്ട് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ അവർ ഇപ്പം റെക്കമെൻഡ് ചെയ്യുന്നത് നമ്മൾ ഏറ്റവും കുറച്ച് ഡ്രസ്സ് ഇട്ടിട്ട് സണ്ണിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക. അപ്പോഴത്തേക്കും മാക്സിമം വൈറ്റമിൻ ഡി നമുക്ക് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ശരിക്ക് ഇവിടെ ഉള്ളവരൊക്കെ മാക്സിമം ഈ പറഞ്ഞ പോലെ ജസ്റ്റ് ബിക്കിനിയും അതൊക്കെ ഇട്ടിട്ട് തന്നെ പുറത്ത് ബീച്ചിലൊക്കെ പോയിട്ട് സൺ അബ്സോർബ് ചെയ്യാൻ മാക്സിമം നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെയുള്ള ആണുങ്ങളാണെങ്കിലും ജസ്റ്റ് ഒരു ഷോർട്ട്സ് മാത്രം ഇട്ടിട്ട് ബീച്ചിലൊക്കെ പോയി കിടന്ന് വൈറ്റമിൻ ഡി മാക്സിമം അബ്സോർബ് ചെയ്യാൻ നോക്കുന്നത് അതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ബെയർ സ്കിന്നിൽ വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യണം എന്നാണ്. അപ്പം വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യുമ്പം ശരിക്കും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ UV റൈസിൽ നിന്നാണ്, സണ്ണിൻ്റെ UV റൈസിൽ നിന്നാണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ കൊളസ്ട്രോളിനെ എടുത്തിട്ട് കൊളസ്ട്രോളിൻ്റെ എനർജി ഡിവൈഡ് ചെയ്തിട്ട് കൊളസ്ട്രോൾ യൂസ് ചെയ്തിട്ടാണ് വൈറ്റമിൻ ഡി ശരീരത്ത് UV റൈസിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൊളസ്ട്രോൾ കുറയ്ക്കാനും എന്ന് വെച്ചാൽ വൈറ്റമിൻ ഡി ജനറേറ്റ് ആവുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊളസ്ട്രോൾ എടുക്കുന്നത് കൊണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കാനും വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സണ്ണിൽ എക്സ്പോസ് ചെയ്യുമ്പം UV ഹൈ ആണെങ്കിലും നമുക്ക് ഫേസും കൈയും അതൊക്കെ UV പ്രൊട്ടക്ഷൻ ഇട്ടിട്ട് മറച്ചിട്ട് ഇപ്പം നമുക്ക് തോന്നുവാണ് നമുക്ക് ഫേസിലൊന്നും അധികം ബ്ലാക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ
ഈ പറയുന്ന പോലെ UV പ്രൊട്ടക്ഷൻ ക്രീം ഇട്ടിട്ട് മറച്ചിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യിപ്പിച്ചിട്ട് നമുക്കൊരു ടാൻ, ഇവിടെ ഉള്ള ഒരു ടാൻ എന്ന് പറയും. നമ്മുടെ ശരീരമാകുമ്പോൾ നമ്മളുടെ ശരീരം കറുത്ത് വരും. അപ്പോൾ ആ ഒരു കറുപ്പ് നമുക്ക് ബാക്കിയുള്ള ശരീരത്തേക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് സ്കിന്ന് മുഖത്തും കയ്യിലൊക്കെ വേണമെങ്കിൽ ഒരു സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. കുഞ്ഞു അടങ്ങിയിരിക്കും, കുഞ്ഞു ഇത് മറക്കുന്നത് ലച്ചു മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി റെഡി ആയിട്ടിരിക്കുവാണ്. അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പീക്ക് സമ്മറിലേക്ക് പോകുമ്പോഴത്തേക്കും മിഡ് ഡേയിലോട്ട് പോകുമ്പം നമുക്ക് UV ഹൈ ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയം പ്രോപ്പറായിട്ട് UV ഹൈ ആവുന്ന ഡേയ്സിൽ സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കണം. ഏറ്റവും ഈസിയസ്റ്റ് മന്ത് എന്ന് പറയുന്നത്, ഏറ്റവും ബെസ്റ്റ് മന്ത് എന്ന് പറയുന്നത് ലേറ്റ് മാർച്ചും അതുപോലെ സെപ്റ്റംബറുമാണ്. ആ സമയം മിഡ് ഡേയിലെ സണ്ണ് അത്ര പീക്ക് ആയിരിക്കത്തില്ല, അതുപോലെ UVയും അത്ര നമുക്ക് പീക്ക് ആയിരിക്കത്തില്ല. പിന്നെ അല്ല, ലേറ്റ് മാർച്ചിലും സെപ്റ്റംബറിലും. അപ്പം ആ സമയം വരുന്ന സൺ എന്ന് പറയുന്നത് UV ഒരു അത്ര ഹൈ ആവാത്തത് കൊണ്ടും എന്ന് വെച്ചാൽ ആവറേജ് ഒരു UV കിട്ടുന്നതുകൊണ്ടും നമുക്ക് ആ സമയം ധൈര്യമായിട്ടും വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാനായിട്ട് ഇറങ്ങാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഓൾ ഓവർ ദ ഇയർ UV ഹൈ ആവുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പലയിടത്തും. ആ സ്ഥലങ്ങളിൽ നമുക്ക് എപ്പോഴും സൺ പ്രൊട്ടക്ഷനൊക്കെ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. കാരണം വൈറ്റമിൻ ഡി UV റൈസ് ഹൈ ആവുന്ന സമയമാണെങ്കിൽ നമുക്ക് സ്കിൻ ക്യാൻസർ ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. അതുകൊണ്ട് UVയുടെ ഒരു ഇതും കൂടെ നോക്കുക. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അയർലൻഡിൽ UV ചില ദിവസങ്ങളിൽ മാത്രമേ ഹൈ ആവാറുള്ളൂ. അങ്ങനെ ഓൾ ഇയർ ഒന്നും ഹൈ ആവുന്ന കേസസ് ഒന്നും ഇല്ല. കാരണം ക്ലൗഡി ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഒരു നല്ല 2-3 ദിവസം വെയിൽ വന്നു കഴിഞ്ഞാൽ ക്ലൗഡി ആയിട്ട് മഴ പെയ്യും. അപ്പോൾ ആ ക്ലൗഡി ഡേയ്സിലും നമുക്ക് വൈറ്റമിൻ ഡി അബ്സോർബ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. കാരണം സൂര്യന്റെ ഫുൾ സ്പെക്ട്രം നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടായതുകൊണ്ട് നമുക്ക് വെയിൽ നമുക്ക് വേണമെന്നില്ല. ക്ലൗഡി ആയിട്ട് കിടന്നാലും നമുക്ക് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തെ അബ്സോർബ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതൊക്കെയാണ് വൈറ്റമിൻ ഡി കിട്ടുന്നതിന്റെ കാര്യങ്ങൾ. ഞാനിപ്പം സ്കൂളിലാണെങ്കിൽ ഞങ്ങളിവിടെ പ്രീ സ്കൂളിൽ വിട്ടു തുടങ്ങുന്ന ആ ടൈമിൽ അവർ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം സമ്മർ ടൈമിലൊക്കെ ആണെങ്കിൽ മസ്റ്റായിട്ട് ബാഗിൽ മറ്റേ സൺസ്ക്രീൻ ലോഷൻ, സൺസ്ക്രീൻ ക്രീമോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അത് അവരുടെ ബാഗിൽ നമ്മൾ കൊടുത്തു വിടണം. അപ്പം കുഞ്ഞൂസിന് ശരിക്കും സെപ്റ്റംബർ ലാസ്റ്റാണ് സ്കൂൾ തുടങ്ങിയത്. ആ സമയം നമ്മൾ ബാഗിൽ എന്നും അവർക്കൊരു കിഡ്സ് സൺസ്ക്രീൻ ക്രീം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു വിടുമായിരുന്നു. ഇപ്പൊ വിന്റർ ആയപ്പോൾ അതിന്റെ ആവശ്യമില്ല ഇനിയിപ്പോൾ. പക്ഷെ സ്റ്റിൽ നമ്മൾ എപ്പോഴും ബാഗിൽ അത് വെച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ ഇപ്പോൾ ഈ വെയിൽ വരുന്ന കാരണമായി ഇവരെ കളിപ്പിക്കാനൊക്കെ അവർ ആ സ്കൂളിന്റെ ഔട്ട്സൈഡ് ഇവർക്ക് പ്ലേ ഗ്രൗണ്ട് ഉണ്ടല്ലോ. അപ്പം അവിടെ ഇറക്കുമ്പോൾ ഭയങ്കര വെയിലുള്ള സമയം ഇവരെയും കൊണ്ട് തന്നെ ക്രീം എല്ലാം ഇങ്ങനെ എക്സ്പോസ് ആയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം തേച്ച് വിടും. അപ്പം ഇപ്പൊ ഞങ്ങൾക്ക് ഇവിടെ എന്ന് വെച്ചാൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സൺ വരുന്നതുകൊണ്ട് നമുക്ക് കറക്റ്റ് സൺ കിട്ടും കേട്ടോ. അപ്പം ഡെയിലി ഒരു 10-15 മിനിറ്റ് ഇരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും, ഞാൻ നൈറ്റായിരുന്നു ഇന്നലെ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നല്ല സൺ ഉണ്ടായിരുന്നു. ഞാൻ എപ്പോഴേ ഇരുന്ന് കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇവിടെ ഇരുന്നു കുഞ്ഞൂസിനെയും കുറച്ച് നേരം എക്സ്പോസ് ചെയ്യിപ്പിച്ചു. ഇനിയും അങ്ങോട്ട് സമ്മർ ആകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ സൺ വരും. അതുപോലെ ലേറ്റായിട്ട് സണ്ണ് നിൽക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സൺറൂം, അതുകൊണ്ടാണ് ഇവിടെ ഉള്ള ഒരു സൺറൂം ഒക്കെ പണിയുന്നത്. എന്ന് വെച്ചാൽ വീടുകളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഗ്ലാസ് അടിച്ച രീതിയിലുള്ള ഒരു സൺറൂം എന്ന് പറയും. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് കാറ്റും മഴയല്ല കാറ്റും ഇതൊന്നും കൊള്ളാതെ തന്നെ നമുക്ക് സൺ അബ്സോർബ് ചെയ്യാൻ പറ്റും. അപ്പോൾ സൺറൂമുകളൊക്കെ ഇവിടെ കോമൺ ആണ് പല വീടുകളിലും. അപ്പം നമുക്ക് സൺറൂം ഇല്ലെങ്കിലും ഈ ഒരു വിൻഡോ, ഇവിടുത്തെ ഒരു വിൻഡോ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത്ര ഫീൽ ചെയ്യില്ല, ആ ഒരു നേച്ചർ ഫീൽ ചെയ്യില്ല. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട്. പക്ഷെ ഇതൊരു വൈഡ് ആയിട്ടുള്ള ഒരു ഹാഫ് തന്നെ ഇതിന്റെ ഓപ്പൺ ആയതുകൊണ്ട് ഫുള്ള് ഗ്ലാസ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ലതായിട്ട് ഇവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ഔട്ട്സൈഡ് എൻജോയ് ചെയ്യാനും ഇപ്പൊ മഴയാണേലും കാറ്റാണേലും വെയിലാണേലും എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്രണ്ട്സ്, ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കേട്ടോ. ഇന്നത്തെ നമ്മളുടെ വെറൈറ്റി, നമുക്ക് പൊറോട്ട കഴിക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ ഫ്രോസൺ പൊറോട്ട വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊറോട്ടയും നല്ല മുട്ടക്കറിയും, ഹോട്ടൽ മുട്ടക്കറിയും ലച്ചുവിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. കുഞ്ഞൂസിനും പൊറോട്ട കൊടുത്തിട്ടുണ്ട്. കുഞ്ഞൂസ് പൊറോട്ട കഴിക്കേ. അപ്പം ഇതൊരു ചെറിയൊരു വീഡിയോ ആണ്, ചെറിയൊരു ഇൻഫർമേഷൻ എനിക്ക് അറിയാവുന്നത്. ഞാൻ നെറ്റിലൊക്കെ നോക്കി, ഞാനും കൂടെ പഠിച്ച സമയം ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് കേട്ടോ. ഞാനിങ്ങനെ ചില ഇൻഫർമേഷൻസ് എടുക്കുമ്പോൾ അത് അപ്പോഴേ തന്നെ വീഡിയോ ആക്കാറുണ്ട്. അപ്പം അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.